ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നത് എൻ്റെ ഒരു വീഡിയോയ്ക്കിടയിൽ വന്നൊരു കമൻറ്റിനെ കുറിച്ച് പറയാനാണ്. സാധാരണ ഞാനങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഈ കമൻറ്റ് കണ്ടപ്പോൾ എന്തോ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തത്, അതായത് ഇന്നലെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ. ആ വീഡിയോ ഏതോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നോട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, വലിയ മെഡിക്കൽ പ്രൊഫഷണലല്ലേ, വളരെ ചെറുപ്പത്തിലെ ജോലി കയറിയതല്ലേ, 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലേ, 10-30 വയസ്സായില്ലേ, എന്നിട്ടും നിനക്കിപ്പോഴും സ്വന്തമായിട്ട് എന്തുണ്ട്? അങ്ങനെയുള്ളവർക്കുള്ളൊരു മറുപടിയാണിത്. നിങ്ങൾക്കില്ലാത്ത പലതും ഇന്നെനിക്കുണ്ട്. ഈ വീഡിയോയ്ക്ക് അടിയിൽ വന്നൊരു കമൻറ്റാണ് ഇത്. നീയൊക്കെ ഡോക്ടറിൻ്റെയും നേഴ്സിൻ്റെയും കാൽ കീഴിലല്ലേ, അല്ലെങ്കിൽ നീ വെറും ഡിപ്ലോമക്കാരനല്ലേ, നിനക്കൊക്കെ ഇത് പറയാൻ എന്ത് യോഗ്യതയുള്ളതെന്ന് ചോദിച്ചു വന്നൊരു കമൻറ്റാണ്. ആളുടെ പ്രൊഫൈൽ ഞാൻ കയറി നോക്കിയപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഡോക്ടറാണോ നേഴ്സാണോന്ന് എനിക്കറിയില്ല. എന്താണേലും എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ കാൽ കീഴിൽ കിടക്കുന്നവരുടെയൊക്കെ പണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കിക്കൂ. ആരും ആരുടെയും കാൽ കീഴിലൊന്നുമല്ല കിടക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ജോലിക്ക് മഹത്വമുണ്ട്. എനിക്കെന്തായാലും ഡോക്ടറിൻ്റെ പണി ചെയ്യാൻ പറ്റില്ല, ഡോക്ടർക്ക് എന്തായാലും എൻ്റെ പണി ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ടെക്നീഷ്യന് നേഴ്സിന് നേഴ്സ്, ഡോക്ടറിന് ഡോക്ടർ എന്ന് പറഞ്ഞ് ഓരോ കാറ്റഗറിയുടെ ആവശ്യമില്ല. പിന്നെ ഡിപ്ലോമയും ഡിഗ്രി അല്ല ഒരുത്തിൻ്റെ വില തീരുമാനിക്കുന്നത്. ഈ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറഞ്ഞ ഈ ഒരു പേപ്പർ കഷ്ണം അവൻ എവിടെയെങ്കിലും ആദ്യമായിട്ട് ജോലി കയറുമ്പോൾ ഉള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അവന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന അവൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇന്നേ വരെ എൻ്റെ വീഡിയോയ്ക്കിടയിൽ ഇങ്ങനൊരു ബാഡ് കമൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. അത് ഡിപ്ലോമക്കാർക്ക് ഈ ലോകത്ത് വിലയില്ലേ. GNM നേഴ്സൊരു ഡിപ്ലോമ കോഴ്സാണ്. BSc എന്ന് പറയുന്നത് നേഴ്സിങ്ങിൻ്റെ ഡിഗ്രി കോഴ്സാണ്. MSc എന്ന് പറയുന്നത് അതിന് മേളിലാണ്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓരോ ലെവൽ വരുമ്പോഴും കൂടുതലായിരിക്കും, പക്ഷേ ചെയ്യുന്ന ജോലി ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പം താനൊരു ഡോക്ടറാണെങ്കിലും എനിക്ക് തന്നെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ല, അത് ഈ ഒരൊറ്റ കമൻറ്റ് കൊണ്ട്. പിന്നെ ഡോക്ടറാണെങ്കിലും നേഴ്സാണെങ്കിലും ഈ താൻ്റെ ഫ്രണ്ടിൽ വരുന്ന രോഗി ഒരു കൂലിപ്പണിക്കാരനല്ലേ, നിനക്കൊക്കെ ഈ ട്രീറ്റ്മെൻറ്റ് മതി എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റാണ് തനിക്കെന്നാണ് ഈ കമൻറ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഞാനൊരു നേഴ്സല്ല, ഞാനൊരു ടെക്നീഷ്യനാണ്. പക്ഷേ ഞാൻ 6 വർഷവും വർക്ക് ചെയ്തത് ഞാൻ നേഴ്സുമാരുടെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് അവരുടേതായ കാര്യങ്ങളെല്ലാം എനിക്കറിയാം, അവരുടെ ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ അതിനെ ബേസ് ചെയ്ത് മാത്രമാണ് റീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് മാത്രമേ എനിക്ക് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ നേഴ്സുമാർ വരാം, ടെക്നീഷ്യന്മാർ വരാം, ഫാർമസിസ്റ്റുമാർ വരാം, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഈ ഡോക്ടറും നേഴ്സും മാത്രം അടങ്ങുന്നതല്ല ഒരു മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് പല ആളുകളുടെ കൂടിയുള്ളൊരു സംയോജിതമായ പ്രവർത്തനമാണ്. ഇനി താങ്കൾ എത്ര വലിയ ഡിഗ്രി ഉള്ള ആളാണെങ്കിലും ഈ കമൻറ്റ് കൊണ്ട് ആ ഡിഗ്രിയിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി.